ഹേ ഫാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു ഫേസ് പാക്കാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോണത് കേട്ടോ. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്ത് നോക്കി, അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഡൗട്ടായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇതെല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ, ഈ ഫേസ് പാക്കിനുള്ള സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുമോ, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താണ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആലം സ്റ്റോൺ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു ആലം സ്റ്റോണിൻ്റെ ഫേസ് പാക്കിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ കുറേ പേര് ലിങ്ക് ചോദിച്ചു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇട്ട വീഡിയോ ഇത്ര റീച്ച് കിട്ടുന്നതും ലിങ്കൊക്കെ ആൾക്കാർ ചോദിക്കുന്നതുണ്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് ലിങ്ക് അയച്ചു കൊടുക്കാനൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തല്ല, കുറച്ച് ദൂരമുള്ള ഒരു പൂജ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾ വല്ല പൂജ സ്റ്റോറിലൊക്കെ പോകാമെന്ന് വെച്ചാൽ ഇതൊന്ന് ചോദിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ആയുർവേദ കടകളിലാണെന്ന് വെച്ചാൽ മാലം സ്റ്റോൺ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് കുറേ ഫേസ് പാക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പറ്റും. കുറേ ഇപ്പോൾ നമുക്ക് ഹണിൻ്റെ കൂടിയും അലോവേരൻ്റെ കൂടിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല കേട്ടോ. നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെന്ന് വെച്ചാൽ പറ്റില്ല. നിങ്ങൾക്ക് അഥവാ എനിക്ക് യൂസ് ചെയ്തേ പറ്റൂ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർ മാത്രമല്ല, ഏത് സ്കിൻ ടൈപ്പുകാരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫേസിൽ അലർജി ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് ഫേസ് പാക്ക് ഒന്ന് യൂസ് ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് എന്താണ് ആ ഫേസ് പാക്ക് എന്ന് നോക്കിയാലോ. യൂട്യൂബിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഗൈസ്. അപ്പം നമ്മളാണ് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ട്രൈ ചെയ്ത് കഴിഞ്ഞു. റിസൾട്ടും അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. ആദ്യം നമുക്ക് വേണ്ടത് ഇതാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു കല്ലാണ്. ഇതുപോലത്തെ കല്ലില്ലെങ്കിൽ നമ്മൾ അമ്മിക്കല്ലുണ്ടല്ലോ, അതായാലും മതി കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കണമെന്നേ ഉള്ളൂ. ഇതും ഞാൻ വാങ്ങിച്ച ടൈമിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. ഇതും പൂജ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രൈസും എനിക്ക് തോന്നുന്നു 40-50 രൂപയാണ് ഇതിൻ്റെ പ്രൈസും വരുന്നത്. പാലക്കാട് അങ്ങാടി ഉണ്ടല്ലോ, അവിടെ കുറേ പൂജ സ്റ്റോഴ്സ് ഉണ്ട്. അവിടെയൊക്കെ പോയി ചോദിച്ചു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അവിടെ കുറേ പൂജ സ്റ്റോഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഓരോരോ കടയിലും കയറി ചെന്നിട്ട് പ്രൈസ് ഒന്ന് നോക്കുക. ഏത് കടയിലാണോ കമ്മിയായി കിട്ടുന്നത് ആ കടയിൽ നിന്ന് വാങ്ങിക്കുക. എനിക്ക് ആലം സ്റ്റോൺ അടക്കം 5 രൂപയ്ക്കാണ് കിട്ടിയത്. നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ, എന്നാൽ വിശ്വസിക്കണം. 5 രൂപയ്ക്കാണ് കിട്ടിയത്. ഒരു വണ്ടി ഇതിൽ കൂടെ കിടന്ന് കളിക്കുന്നുണ്ട്. ഇതിനെ ഞാൻ മിക്കവാറും അതവിടെ പോട്ടെ. നമുക്കിനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാല് വേണം കേട്ടോ. പാല് ഈ ഒരു കല്ലിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കല്ലിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആ പാലും അതിമധുരമാണ് കേട്ടോ. ഈ ഒരു കട്ട നിങ്ങൾക്ക് അതിമധുരം ഇതിൻ്റെ പൊടിയായിട്ടും കിട്ടും. ഞാൻ കട്ടയായിട്ടാണ്, കഷ്ണമായിട്ടാണ് വാങ്ങിച്ചത്. ആ അതിമധുരം ഇങ്ങനെ ഒന്ന് ഈ പാലിൽ ഉരച്ചു കൊടുക്കണം കേട്ടോ. പാല് ചേരില്ല എന്നുള്ളവരാണെന്ന് വെച്ചാൽ വെള്ളം യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കണം. പാലും അതിമധുരവും കൂടെ ഉരയ്ക്കുന്ന ടൈമിൽ ഇതുപോലെ ആവും കേട്ടോ. ഈ ഒരു ടെക്സ്ചറിലാവും. കുറച്ച് പണിയാണ് ഉരയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ ആ ഉരയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ആലം സ്റ്റോൺ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് നേരം ഇതുപോലെ തട്ടിന്ന് വെച്ചാൽ ഇങ്ങനെ പൊടി വരും. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ആലം പൗഡർ മതി കേട്ടോ. കുറച്ച് മതി. അത് ഓവറായിട്ട് ആലം സ്റ്റോൺ ഇട്ട് ഉരയ്ക്കരുത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കണം. ഞാൻ ഇപ്പോഴും പറയണു, നിങ്ങൾ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യണം, പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. എല്ലാവർക്കും ചേരണം എന്നില്ല. അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഭയങ്കര കനത്തിലൊന്നും അപ്ലൈ ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫേസിൽ നമുക്കറിയാമല്ലോ, എല്ലാവിടെയും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മെയിനായിട്ട് ഈ അണ്ടർ ഐ ഭാഗത്തൊന്നും അധികം ഇടരുത് കേട്ടോ. കണ്ണിൻ്റെ ഭാഗത്തൊന്നും ഇടരുത്. കാരണം സെൻസിറ്റീവായ ഏരിയാസാണ്, അതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം.
എല്ലാവിടെയും അപ്ലൈ ചെയ്യണം കേട്ടോ. അതിനനുസരിച്ച് നമ്മുടെ ഫേസിന് വേണ്ട അത്രയും നമ്മൾ ഇതിൽ ഉരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാ ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണണ്ടോയെന്ന് എനിക്കറിയില്ല. അതാ മുടിയിലൊക്കെ ആയിട്ടുണ്ട്, കാര്യമാക്കണ്ട. അപ്പോൾ ഒരു 10 ഇല്ലെങ്കിൽ 15 മിനിറ്റ് വെച്ചാൽ മതി. അധികം ഡ്രൈ ആവണത് വരെ വെക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞാലോ ഈ ഫേസ് പാക്കിൻ്റെ. ഈ ഫേസ് പാക്ക് യൂസ് ചെയ്ത ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ് കേട്ടോ കാണാൻ പറ്റുക നമ്മുടെ ഫേസിൽ. പിന്നെ നമ്മുടെ ഫേസിലുള്ള കുഞ്ഞു കുഞ്ഞു കുരുവും ഡാർക്ക് സർക്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ഭയങ്കര ആക്നി പ്രോൺ സ്കിന്നാണെന്ന് വെച്ചാൽ അത് പിമ്പിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓയിലി സ്കിന്നുകാരാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. കാരണം എന്താണ്, നിങ്ങളുടെ ഓപ്പൺ പോർസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഓയിലൊക്കെ അബ്സോർബ് ചെയ്യാനും ഈ ഒരു അലം സ്റ്റോൺ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓയിലി സ്കിന്നുകാരൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് പാലിപ്പോൾ ചേരണമെന്നില്ല. ഇല്ലെങ്കിൽ സാധാ വെള്ളമോ റോസ് വാട്ടറോ അലോവേര ജെല്ലോ യൂസ് ചെയ്താൽ മതി. അലോവേര ജെല്ലും ചിലപ്പോൾ അലർജിക്ക് ആയിരിക്കും ചില ആൾക്കാർക്ക്. അപ്പോൾ സാധാരണ വെള്ളം വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും റിസൾട്ട് കിട്ടും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഈ ഫേസ് പാക്ക് ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ കൂടുതൽ നമ്മളുടെ സ്കിന്നിൽ റിസൾട്ട് കിട്ടും എന്തായാലും. അപ്പോൾ റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ എപ്പോഴും ഈ ഫേസ് പാക്ക് തന്നെ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്തു എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം യൂസ് ചെയ്തു എന്ന് വെച്ചാൽ റെഡ്നെസ്സും ഡ്രൈനെസ്സും മിച്ചിങ് ഒക്കെ നമുക്ക് സ്കിൻ ഇറിറ്റേഷൻ ആവാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, എപ്പോഴാണ് ഈ ഫേസ് പാക്ക് റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ചന്ദനം പൂശിയ പോലെ നമ്മുടെ മുഖം ആവും കേട്ടോ. അപ്പോൾ അപ്പോഴാണ് നമ്മളുടെ ഫേസ് എന്ത് ചെയ്യേണ്ടത്, പോയി വാഷ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം ഡ്രൈയിങ് ആവണത് വരെ ഇതുപോലെയൊക്കെ ആവണത് വരെ വെക്കണം. അപ്പോൾ ഇതാണ് ലൈവ് റിസൾട്ട് കേട്ടോ. ഒരു ഗ്ലോ കണ്ടോ, ഒരു സ്മൂത്തായിട്ടുള്ളൊരു ഫിനിഷാണ് തരുന്നത്. ഒരു സൈഡ് എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊരു, നിങ്ങൾ കണ്ടാൽ തന്നെ അറിയും, ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്, ഒന്ന് ഗ്ലോ ആയിട്ടുണ്ട്, പിന്നെ സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് ഫേസൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കഴുകിയതിന് ശേഷമുള്ള മൊത്തത്തിലുള്ള ഒരു ഫേസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. അയ്യോ, അത്രയല്ല, ഏതൊരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സെറേവൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് മെയിനായിട്ട് ഡ്രൈ സ്കിന്നുകാർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റിയൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ മറക്കരുത്. മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്ത ഫൈനൽ റിസൾട്ടാണ് കേട്ടോ ഇത്. ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഫേസിന് ഭയങ്കര ഒരു സ്മൂത്ത്നെസ് ഒക്കെ ഫീൽ ചെയ്യാറുള്ളതാണ്. നാക്ക് ചെറുതായിട്ട് ഉളുക്കേണ്ടത്, നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസൊക്കെ ഇതിലൂടെ അറിയിക്കണം. ഇതിന് മുമ്പ് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അതും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. കാരണം എൻ്റെ സ്കിൻ ടൈപ്പ് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അലർജി ക്രിയേഷനോ ഇതിൻ്റെ നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റിൽ അറിയിക്കേണ്ടതാണ്. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്താണ്, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോ കുറേ പേര് കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യണില്ല. അപ്പോൾ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ലവ് യു.